Hi friends, welcome to Janice Jailand. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഒരു വിസ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓസ്ട്രേലിയയുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ഫാർമസിസ്റ്റാണ്. അപ്പോൾ അവരുടെ എക്സാമൊക്കെ നമ്മൾ ഇവിടുന്ന് മിനിമം ക്വാളിഫിക്കേഷൻ എക്സാം ഉണ്ടല്ലോ, അതൊക്കെ പാസ്സായി ഇങ്ങനെ അവരുടെ ഇൻവിറ്റേഷനൊക്കെ കിട്ടി ഓസ്ട്രേലിയയുടെ വിസയ്ക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ ബ്രദർ റീസെൻ്റ്ലി ഇത് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇത് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇൻഫോർമേറ്റീവ് ആകുമല്ലോ, അതുപോലെ തന്നെ അവർക്ക് ഹെൽപ്ഫുൾ ആകുമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പറയാൻ ഡീറ്റെയിൽസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി ഓസ്ട്രേലിയ അവരുടെ ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ആവുന്നത് ജൂലൈയിലാണ്. അപ്പോൾ ജൂലൈയിൽ അവർ ഓപ്പൺ ആവുന്ന സമയത്ത് അവർ ചില കൺട്രീസ്, ഒരു ലിസ്റ്റ് ഓഫ് കൺട്രീസ് അതിലുണ്ട്. അതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു വിസയാണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് പറയുന്നത്. ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് പറയുന്നത് സബ് ക്ലാസ് 462 വിസയാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി വിസയാണ്. അപ് ടു 12 months വരെ നമുക്ക് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റും. അത് നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഒരു സെക്കൻഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തേർഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ആപ്ലിക്കേഷൻ വഴി ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മീൻസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെയുള്ള ആൾക്കാരാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു PR ഇതിനൊക്കെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് അതിനുള്ള ഇതും നോക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോൺസറെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ഒരു ഓസ്ട്രേലിയൻ ഫ്യൂച്ചർ ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ അവർക്ക്. ഓക്കെ, ഇതിൻ്റെ ഓൾറെഡി ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് ടിൽ ജൂലൈ 15 വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിനങ്ങനെ വലിയ ഫീസൊന്നും വരുന്നില്ല. ഓസ്ട്രേലിയൻ ഡോളറിൽ ഒരു 25 ഓസ്ട്രേലിയൻ ഡോളർ, നമ്മുടെ INR പറയുവാണെങ്കിൽ ബിലോ 1500 ആണ് ഇതിന് വരുന്ന ഫീ എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ് ടു 12 months വരെ നമുക്ക് അവിടെ നിൽക്കാമെന്നുള്ളതാണ്. വർക്കിംഗ് റൈറ്റ്സ് ഉണ്ട്. സ്റ്റഡി ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെയാകാം. ഇതൊന്നുമല്ല, നിങ്ങൾക്കൊരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയർ ഫസ്റ്റ് നിങ്ങളൊരു ഇമി അക്കൗണ്ട് ഓപ്പൺ ആക്കണം. ഇമി അക്കൗണ്ട് അത് ഓസ്ട്രേലിയൻ സൈറ്റിൽ കയറി ഇമി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണതിൻ്റെ ഡീറ്റെയിൽസ് അവിടെയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലും അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ഒരു പ്രീ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ പേയ്മെൻറ്റ് അടക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യുക. അത്രമാത്രമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ഇതിന് ശേഷമാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഗോൾഡൻ ചാൻസ് ആണ്. എല്ലാ കൺട്രീസിലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇന്ത്യ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.